തമിഴിൽ നിന്ന് ഒരു പാസം ഓവർലോഡഡ് സീരിയൽ OTT റിലീസ് ഉണ്ട്. സിനിമയല്ല, സീരിയൽ. നമ്മുടെ സൂര്യയുടെ മ്യാമൻ C5ലാണ് സ്ട്രീം ചെയ്യുന്നത്. ക്രിഞ്ച് അറ്റ് ഇറ്റ്സ് കോർ എന്ന് വേണമെങ്കിൽ പറയാം. കാണുന്നവന്റെ തൊലി ഉരിഞ്ഞു അജാതി ക്രിഞ്ചസ് ആണ്. സോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പറയാം കരച്ചിൽ മത്സരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആർക്കാണ് ഒന്നാം സമ്മാനം കിട്ടുന്നുള്ളത് അറിയാൻ വേണ്ടി സ്വാസികയും സൂര്യയും അതേപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മിയും തമ്മിലുള്ള വൻ മത്സരമായിരുന്നു. അവസാനം 3 പേർക്ക് ഒന്നാം സമ്മാനം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഫുൾ കരച്ചിൽ മത്സരമായിരുന്നു. അതിൽ 3 പേർക്ക് ഒന്നാം സമ്മാനം തന്നെ കിട്ടി. ഇപ്പൊ സയ്യാര് ഏതൊരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനെ നമ്മൾ എല്ലാവരും ഇരുന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. കുറെ എണ്ണം തിയേറ്ററിൽ പോയിരുന്ന് കരഞ്ഞു പോയിട്ട്. ഈ മ്യാമൻ കണ്ടിട്ട് കരഞ്ഞ കുറെ ആൾക്കാരുണ്ട്. സോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കരച്ചിൽ വന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. അജാതൊരു അപരാധ അലവലാതി സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് കുറെ ഡയലോഗ്സ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ പാസം ഈ വീട് പണിക്ക് ടിപ്പറിൽ കൊണ്ടേ മെറ്റൽ അടിക്കുന്ന പോലെ അടിച്ചങ്ങോട്ട് കയറ്റുകയാണ്. സോ ആദ്യത്തെ ഡയലോഗാണ് സൂരി മറ്റേ സ്വന്തം ചേച്ചി പ്രഗ്നന്റ് ആയിരിക്കുമ്പോ കുട്ടിയുടെ അടുത്ത് പോയിട്ട്, നീ എന്റെ മരുമകൻ അല്ലടാ അച്ഛനാണ്. സോ ഇത് കേൾക്കണ സ്വന്തം അച്ഛൻ വിചാരിക്കണ്ടാവും ഇതിന് പകരം ഞാൻ പോയിട്ട് അല്ല വാഴ വെച്ചാൽ മതിയായിരുന്നു. അടുത്തത് ടോക്കൺ നമ്പർ 2 ഓൺ ദ സ്റ്റേജ് സ്വാസികയുടെ വക, അവൻ എന്റെ അനിയനല്ല അവൻ എന്റെ അച്ഛനാണ്. പക്ഷെ ശരിക്കും നിങ്ങളുടെയൊക്കെ അച്ഛൻ ആരാണ്? അതാണ് അങ്ങനെ കാണിക്കണില്ലല്ലോ, അറിയാനായിട്ട് ചോദിക്കുകയാണ്. പിന്നെ ഇതിൽ ഐശ്വര്യ ലക്ഷ്മിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഐശ്വര്യ ലക്ഷ്മി ക്യാരക്ടർ അതിലേറെ കിടിലാണ്. ആള് ഡോക്ടറാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരുത്തം പോയിട്ട് നിന്നെ കണ്ട കൊരങ്ങച്ചിയെ പോലെ ഇല്ല ദൈവത്തെ പോലെ ഉണ്ട് പറഞ്ഞപ്പോഴേക്കും ആള് വീണു. നിങ്ങൾക്ക് ആരെങ്കിലും സെറ്റ് ആക്കണം വെച്ചാൽ അങ്ങനെ പോയി പറഞ്ഞാൽ മതി, നിന്നെ കാണാൻ കൊരങ്ങച്ചിയെ പോലെ അല്ല സാമിയെ പോലെ ഉണ്ട് പറഞ്ഞാൽ അപ്പൊ സെറ്റ് ആവും. സോ സിംഗിൾസ് പ്ലീസ് ടേക്ക് ഇറ്റ് ആസ് എൻ അഡ്വൈസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഐശ്വര്യ ലക്ഷ്മി ഇവരെക്കാളും കുറച്ച് വ്യത്യസ്തയാണ്. കാരണം എന്താ വെച്ചാൽ അടുത്ത് വന്നിരുന്ന് മോങ്ങില്ല, ദൂരത്ത് പോയി നിന്നിട്ടേ മോങ്ങുള്ളൂ. എന്തോന്നട കുറെ ദുഃഖിതയായ വനിതയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷൻ ടാങ്കിന് വേണ്ടിയിട്ടുള്ള WWE മത്സരമായിരുന്നു ഐശ്വര്യ ലക്ഷ്മി സ്വാസികയും തമ്മിൽ. അവസാനം രണ്ടുപേർക്കും അത് കിട്ടി. അതിന്റെ ഇടയിൽ അതിന്റെ മെയിൽ വേർഷൻ എനിക്ക് വേണം പറഞ്ഞിട്ട് നമ്മുടെ സൂര്യയുടെ വക കടുത്ത മത്സരം ആൾക്കും കിട്ടി. ആദ്യത്തെ 3/4 മണിക്കൂർ 4 പാട്ടാണ്, ഡയലോഗ്സും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഇതിലൊരു അഴുക്ക ചെറുക്കനുണ്ട്. ആ ചെറുക്കൻ ആരെങ്കിലും പിടിച്ച് 2 പൊട്ടിച്ചുണ്ടായിരുന്നേന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ചെക്കന് വന്നിട്ട് ഈ സൂര്യയും ഐശ്വര്യ ലക്ഷ്മിയും കല്യാണം കഴിക്കുമ്പോ താലി ഇവന് കെട്ടണം അത്ര, അതേപോലെ ഇവരുടെ ഫസ്റ്റ് നൈറ്റിൽ ഇവനൊപ്പം കിടക്കണം അത്ര, ഇവര് ഹണിമൂൺ പോകുമ്പോ ചെക്കൻ ഒപ്പം പോണത്ര. ഇതിനൊക്കെ സമ്മതിക്കുന്ന ഒരു അലവലാതി മാമനാണ് സൂരി. സോ എനിക്ക് മനസ്സിലാവാത്ത നാളെ ഈ ചെക്കൻ കഞ്ചാവ് വേണം MDMA വേണം പറഞ്ഞാൽ അതും മ്യാമ മേടിച്ചു കൊടുക്കും, അറിയാണ്ട് ചോദിക്കുകയാണ്. സോ ഇതൊക്കെ എങ്ങനെയുടെ ഡയറക്ടർ ഷൂട്ട് ചെയ്ത് വെച്ചതെന്നാണ്. അങ്ങനെ ചിരിച്ച് ചാവില്ല എങ്ങനെ ഇതൊക്കെ കണ്ടിട്ട്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഈ സൂര്യയാണ് ഈ സിനിമയുടെ സ്റ്റോറി. വളരെ മികച്ചത്, വളരെ മികച്ച. അടുത്ത നാഷണൽ അവാർഡ് ഈ പടത്തിന് കൊടുക്കണം എന്നാണ് എല്ലാ കാറ്റഗറികളും. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, സഹനടി, സഹനടി, ഇതിൽ അഭിനയിച്ച ഇവൻ ജസ്റ്റ് പാസ് ചെയ്ത് പോണവർക്ക് വരെ അവാർഡ് കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയും കിടിലം പടം. ആൻഡ് ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഓവർ ആക്ടിങ് മത്സരമാണ്. അതിലും ഒന്നാം സമ്മാനം സൂരി, സ്വാസിക, ഐശ്വര്യ ലക്ഷ്മി 3 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്തു. ഈ സൂര്യയുടെ ഫോട്ടോയിൽ മാലയൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു സീനുണ്ട് കരയുന്നത്, തൊല്ലി ഉരിഞ്ഞു പോകും കണ്ടു കഴിഞ്ഞാൽ. അജാതി സീനാണ്. സ്വാസികയ്ക്ക് എന്ത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവാത്തത്. സുജാതി ഒരു അപരാധം പിടിച്ചൊരു പടം. എനിക്കൊക്കെ കയ്യിൽ നിന്നുള്ള ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാനാ തോന്നിയത്. പിന്നെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ കാശ് കൊടുത്ത് മേടിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ എറിഞ്ഞ് പൊട്ടിക്കാതിരുന്നു. ഒരു അലബലാതി സിനിമ, വേറെ ഒന്നും പറയണ്ട. കുടുംബ സീരിയൽ തോറ്റും. സീരിയൽ പറയുന്ന സാധനം ഞാൻ കാണാത്തത് അജാതി വെറുപ്പിക്കില്ല. സീരിയൽ വരെ തോറ്റു പോകുന്ന രീതിയിൽ ഒരു പടം. ഇതിനൊക്കെ സിനിമ എന്ന് വിളിക്കുന്നവർ ആൻഡ് ഇത് കണ്ട് കരഞ്ഞവര്, നിങ്ങൾക്ക് ഇറ്റ്സ് ഹൈ ടൈം ഗോ വിസിറ്റ് എ ഡോക്ടർ. നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. സാധാരണ ഞാൻ പറയുന്നില്ല, ഈ പിള്ളേരെ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ ചില സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പറന്ന് പോ പറഞ്ഞ സിനിമയിൽ ഒരു പയ്യനുണ്ട്. ആ പയ്യനെ പിടിച്ച് പൊട്ടിക്കാനൊന്നും നമുക്ക് തോന്നില്ല, കാരണം കറക്റ്റ് മീറ്ററിലാണ് ചെക്കൻ പിടിച്ചിരിക്കുന്നത്. ചിത്താ പറഞ്ഞ സിനിമയുണ്ട്, ഈ മറ്റേ ഏട്ടൻ മറ്റേ മാമൻ ആ കുട്ടി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ മനസ്സിലാവാൻ വെച്ചാൽ അങ്ങനത്തെ സിനിമയാണ്. അത് കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞവനാണ് പ്രശ്നം എന്ന് ഞാൻ പറയുള്ളൂ. ഇജാതി ഒരു അപരാധം. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ ആൾക്കാർ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു. എന്ത് കണ്ടിട്ട്, എന്ത് ഉണ്ടായിട്ട്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ്. എന്റെ പൊന്നോ. ആൻഡ് സൂര്യയുടെ മാസ് കാണിക്കുന്ന സർട്ടൻ സീൻസ് ഒക്കെ ഉണ്ട്, അത് അതിലേറെ ഗംഭീരം. സോ ഓരോ മിനിറ്റ് കൂടുമ്പോ പാട്ടാണ്. സോ ഡയലോഗ്സും കാര്യങ്ങളൊന്നുമില്ല. ഇവരെ റൊമാൻസ് പാട്ടിലാണ്, അതേപോലെ തന്നെ കുട്ടി ജനിക്കുന്നത് പാട്ടിലാണ്. ഭാഗ്യം കുട്ടി ഒരു 2 വയസ്സിൽ നിന്ന് പെട്ടെന്ന് 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചേർക്കണം കൂടി കാണിച്ചത്. ഇല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ സിനിമ എടുത്ത് വെച്ചിട്ട് ആ ഒരു അപരാധം കൂടി കാണേണ്ടി വന്നേനെ. സോ വേണ്ടവർ കണ്ടു നോക്കുക. എനിക്ക് ഇത്രയും പ്രാന്ത് പിടിച്ചൊരു പടം ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല. സോ ട്രൈ ഇറ്റ് ഔട്ട്.